ഏതോ കടുത്ത കീടനാശിനിയെ ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ കൂടെ ഒരാൾ ഛർദ്ദിക്കുന്നത് കണ്ടു. ഈ കീടനാശിനികൾ തളിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഒത്തിരി കിളികളൊക്കെ ചത്ത് കിടക്കുന്നു, ബട്ടർഫ്ലൈകളും അതെല്ലാം ചത്ത് കിടക്കുന്നത് കണ്ടു. ഇത് ഒക്കെ ശരിയല്ലല്ലോ. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ ബാധയുടെ പശ്ചാത്തലത്തിൽ കീടനാശിനി ഒഴിവാക്കിക്കൊണ്ടുള്ള പച്ചക്കറി കൃഷി നമ്മുടെ റീജിയൽ ക്യാൻസർ സെൻ്റർ തന്നെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും വലിയ വിജയമൊന്നും കിട്ടിയില്ല. കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മിയാവാക്കി മാതൃക പോലുള്ള ആശയങ്ങൾ പൂർണ്ണമായും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കീടനാശിനി ലോബിയും മാധ്യമപ്രവർത്തകരിൽ ഒരു വിഭാഗവും അതിനെതിരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോകൾക്ക് പരമാവധി പ്രചാരം നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കഴിയുന്നതും പുതുതായി ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കണം. നമസ്കാരം. പ്രൊഫസർ മിയാവാക്കിയുടെ പരിസ്ഥിതി പുനരുജ്ജീവനം സംബന്ധിച്ച പുസ്തകം ദ ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ളൊരു ആശയം എനിക്ക് കിട്ടിയത്. അതിനു മുമ്പ് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ഫുക്കുവോക്കയുടെ പുസ്തകവും മറ്റും വായിച്ചിരുന്നു. എങ്കിലും ഇങ്ങനൊരു ആശയം എനിക്ക് വന്നിരുന്നില്ല. അതുപോലെ തന്നെ സുഭാഷ് പലേക്കറുടെ കൃഷി രീതികളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നെങ്കിലും അത് ജീവാമൃതം ഒഴിച്ച് ചെടിയെ വളർത്തുക എന്നുള്ളതിലപ്പുറം അതിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. എൻ്റെ തെറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു പുനർവിചിന്തനത്തിന് കാരണം ശ്രീ എബ്രഹാം ചാക്കോയെ പരിചയപ്പെട്ടാണ്. ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലറിയപ്പെടുന്ന പേര്. ഉടുമ്പൻചോലയിൽ അദ്ദേഹം നടന്ന കാർഷിക പരീക്ഷണങ്ങൾ സത്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രകൃതി കർഷകരുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടതാണ്. കാരണം കേരളം പോലുള്ളൊരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വൻതോതിലുള്ള കീടനാശിനി രാസവള ഉപയോഗവും വൻതോതിലുള്ള അധ്വാനശേഷിയുടെ ദുർവിനിയോഗവുമാണ്. നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ 10-1 ഊർജ്ജം ഉപയോഗിച്ചാൽ നമുക്ക് വൻതോതിൽ കൃഷി ചെയ്യാം, വിളവുണ്ടാക്കാം, ലാഭകരമായിട്ട് കൃഷി നടപ്പിലാക്കാം എന്ന് അദ്ദേഹം തെളിയിച്ചു. എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ ഇപ്പോഴും പെട്ടിട്ടില്ല. ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടതും പിന്തുടരേണ്ടതും വളരെ ആവശ്യമാണ്. അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഡിഗ്രി അലഹബാദ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൃഷിശാസ്ത്രമാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് സ്പൈസസ് ബോർഡ്, അന്ന് കാർഡമം ബോർഡാണ്, കാർഡമം ബോർഡിൽ ഒരു ജൂനിയർ ഫീൽഡ് ഓഫീസറായിട്ട് ജോലിക്ക് കയറി. ആദ്യകാലത്തെല്ലാം പഠിച്ചത് രാസകൃഷി മാത്രമാണ്. സ്പൈസസ് ബോർഡിൽ ജോലി ചെയ്തപ്പോഴും രാസവളങ്ങൾ കൃഷിക്കാരെ കൊണ്ട് ഉപയോഗിപ്പിക്കാനും രാസകീടനാശിനികളും കുമിൾനാശിനികളൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് ആണ് ആ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ തോട്ടം നേരത്തെ മുതൽ ഉള്ളതാണ്. ഇവിടെ വന്ന് കൃഷിയിൽ ഒക്കെ ബന്ധപ്പെട്ട് തുടങ്ങിയ സമയത്ത് ഏതോ കടുത്ത കീടനാശിനി, എൻ്റെ ഓർമ്മയാണ് പറയുന്നൊരു കീടനാശിനി ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ കൂടെ ഒരാൾ ഛർദ്ദിക്കുന്നത് കണ്ടു. അപ്പം ഈ കീടനാശിനിയുടെ മണം അടിച്ചിട്ടാണ് എന്നെനിക്ക് ഒരു ബോധ്യം തോന്നി. അപ്പം മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് കീടനാശിനി അന്ന് വരെ നമ്മൾ കീടനാശിനി അതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, അത് ഒരു അഡ്വാൻസ് ടെക്നോളജി ആണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഈ ആളുടെ ഛർദിൽ കണ്ടപ്പോഴത്തേക്ക് ഇത് എന്തുമാത്രം മാരകമാണെന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത ഉണ്ടാവുകയും അവിടെ ഇവിടെയൊക്കെ വരുന്ന ആർട്ടിക്കിളുകളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നു. അന്നേരം മുതൽ പ്രകൃതിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കീടനാശിനികൾ തളിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഒത്തിരി കിളികളൊക്കെ ചത്ത് കിടക്കുന്നു, ബട്ടർഫ്ലൈകളും അതെല്ലാം ചത്ത് കിടക്കുന്നത് കണ്ടു. ഇത് ഒക്കെ ശരിയല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വൺ സ്ട്രോ റെവല്യൂഷൻ, ഫുക്കോക്കയുടെ വൺ സ്ട്രോ റെവല്യൂഷൻ വായിക്കാനൊരു അവസരം കിട്ടുകയും നേരെ ജൈവകൃഷിയിലേക്ക് തിരികുകയാണ് ചെയ്തത്. പക്ഷേ ജൈവകൃഷി ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒത്തിരി കമ്പോസ്റ്റുകളും ജൈവവളങ്ങളുമൊക്കെ ഉപയോഗിച്ച് നടത്തിയ ജൈവകൃഷി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു നന്നാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെങ്കിലും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണ് കൂടുതൽ കട്ടിയാകുന്നതും കൃഷി ചെലവുകൾ കൂടുന്നതും രോഗങ്ങൾ മണ്ണ് നന്നാകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ വന്ന് നമ്മൾ കൃഷിയെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു തോന്നലിലേക്ക് വന്നിരുന്ന സമയത്താണ് സുഭാഷ് പലേക്കറുടെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും പ്രകൃതി കൃഷിയാണ് യഥാർത്ഥത്തിലുള്ള കൃഷി എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് അതിലേക്ക് തിരികുകയും ചെയ്തത്. സാറേ, ഞാൻ ഇതുപോലെ ജൈവകൃഷി കുറച്ചുകൾ പരീക്ഷിച്ച് നോക്കിയാണ്. പക്ഷേ എനിക്കും പശുവുണ്ട്, നാടൻ പശുവുണ്ട്. ഞാൻ ഈ നാടൻ പശുവിനെ വെച്ച് ഈ കൃഷി ചെയ്യാനും നോക്കിയതാണ്. പക്ഷേ എനിക്കത് വിജയകരമായില്ല. ഞാനിവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ സാർ അതിനെ വളരെ വിജയകരമാക്കി എടുത്തിട്ടുണ്ട്, ഈ നാടൻ പശുവിനെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതി. അപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഞാനൊന്നൊരു ഇൻസ്പിറേഷൻ കൊണ്ട് ഞാനിപ്പോൾ തിരിച്ച് ഈ കൃഷിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നാടൻ പശുവിനെ ഉപയോഗിച്ചുള്ള ഈ രീതി വന്ന ശേഷം സാറിന് ഇവിടെ ഉണ്ടായ മാറ്റം ഒന്ന് പറയാം. മണ്ണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇപ്പം ജൈവകൃഷിയും ഞാൻ ആദ്യകാലത്ത് ചെയ്ത് ജൈവകൃഷിയും
രാസകൃഷിയിൽ നിന്നും നമ്മൾ NPK കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, പൊട്ടാഷ് വേണം, സൂക്ഷ്മ മൂലകങ്ങൾ വേണം, അങ്ങനെയുള്ള എല്ലാം ഒരു മൂലകാധിഷ്ഠിതമായിരുന്നു. ഇത് പ്രകൃതിയിൽ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഇത് എൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റം, ആ തിരിച്ചറിവും ആ തിരിച്ചറിവ് ഉണ്ടായതിന് ശേഷം പ്രകൃതിയിലുണ്ടായ നിരീക്ഷണങ്ങളിൽ കൂടെയും ക്രിസ്ത്യൻ ജോൺസണും സുഭാഷ് പലേക്കറും ഒക്കെ പറയുന്ന മഹത് വ്യക്തികളുടെ പഠനങ്ങളും കൂടെയുള്ള അറിവുകളും ഒക്കെ നേടിയതോടെയാണ് ഞാൻ ഇതിൽ വിജയിക്കാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് മണ്ണിലെ ജീവനാണ് ഇതെല്ലാം സാധിച്ചെടുക്കുന്നത്. മണ്ണിനെ നമ്മളുടെ ഒരു എക്കോസിസ്റ്റം മൊത്തത്തിൽ എടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് പ്രകൃതി കൃഷി വിജയിക്കത്തുള്ളൂ. ഇതിനെ ഒരു എക്കോസിസ്റ്റമായിട്ട് കാണണം. അതായത് ജീവൻ ആണ് ഇതെല്ലാം തരുന്നത്. അപ്പം മണ്ണിന് ആരോഗ്യം ഉണ്ടാക്കുന്നത് പോലും മണ്ണിലെ ജീവനാണ്. അപ്പം മണ്ണിന് ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഈ മൂലകങ്ങളെല്ലാം ലഭ്യമാകത്തുള്ളൂ. മണ്ണിലെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മണ്ണിലെ ജീവൻ, ഈ ജീവനെ പ്രവർത്തിക്കാനുള്ള എനർജി, ഈ ജീവൻ ഇപ്പം നമ്മൾ തന്നെ ഒരു അരി ആഹാരം കഴിച്ചാൽ ആ അരി എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ അത് സൗരോർജ്ജമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മണ്ണിലെ സമസ്ത അനന്തകോടി ജീവനുണ്ട്. അവരെല്ലാം തന്നെ ഈ സൗരോർജ്ജമാണ് അവർക്ക് ആഹാരമായിട്ട് അല്ലെ അവർക്ക് വേണ്ട എനർജി ആയിട്ട് കിട്ടുന്നത്. അപ്പം സൗരോർജ്ജം നമുക്കറിയാം, സൂര്യൻ ഉള്ളിടത്തോളം കാലം ഇഷ്ടംപോലെ സൗരോർജ്ജം ഭൂമിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ശരീരത്തിൽ വീണാലോ ഒരു കല്ലിൽ വീണാലോ ആ സൗരോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നില്ല, അത് റേഡിയേറ്റ് ചെയ്ത് തിരികെ പോവുകയാണ്. ഈ സൗരോർജ്ജത്തിനെ ഒരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റുന്നത് പച്ചിലകൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ മാത്രമാണ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൽ ആണ് ജീവൻ്റെ നിലകൊള്ളുന്നത് എന്നുള്ളത് ഞാൻ വളരെ ലേറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. കാര്യം ഇതൊക്കെ ഫോട്ടോസിന്തസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫോട്ടോസിന്തസിസിൽ കൂടെ അന്ന് ആദ്യകാലങ്ങളിൽ പഠിച്ചിരുന്ന ഫോട്ടോസിന്തസിസ് വഴി ഇലകൾ വളരുന്നു. ആ വളരുന്ന ഇല പൊഴിഞ്ഞു വീഴുമ്പോൾ ആണ് അത് സൗരോർജ്ജം മറ്റ് ജീവികൾക്കായിട്ട് പങ്കുവെക്കുന്നത്. 2000 മാത്രമാണ് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞ സാറാ റൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞ കണ്ടെത്തുന്നത് ഫോട്ടോസിന്തസിസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന അന്നജങ്ങളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ 1/3 അത് അതിൻ്റെ വേരിൽ കൂടെ മണ്ണിലേക്ക് ഒഴുക്കി വിടുന്നു. അത് വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കിയത് ഇത് വെറുതെ അല്ല ഇത് കളയുന്നത്, അത് അതിൻ്റെ മൈക്രോബിയൽ പങ്കാളികൾക്ക് വേണ്ട എനർജി കൊടുക്കുകയാണ്. കാരണം ഈ പങ്കാളികൾ വേണം അന്തരീക്ഷത്തിലുള്ള നൈട്രജനെയും മണ്ണിലും ഉള്ള പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവ് വന്നതോടുകൂടി ഞങ്ങൾ ഈ ഫോട്ടോസിന്തസിസിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് മാറി. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ, കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ വൈവിധ്യമുള്ള ചെടികൾ വേണം. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു കപ്പയും ക്യാരറ്റും കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് 2 രുചിയുള്ള സാധനമാണ്, 2 ഗുണമുള്ള സാധനമാണ്. അതിൻ്റെ അർത്ഥം 2 വ്യത്യസ്തമായ കാർബോഹൈഡ്രേറ്റാണ് ഈ 2 ചെടികളും എന്ന് പറഞ്ഞ പോലെ ഓരോ വൈവിധ്യമുള്ള ചെടികളും വൈവിധ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. വൈവിധ്യമുള്ള കാർബോഹൈഡ്രേറ്റ് മണ്ണിലേക്ക് എത്തുമ്പോൾ വൈവിധ്യമുള്ള സൂക്ഷ്മജീവികൾക്ക് അവിടെ വളരാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് മൂലകമാണോ ആവശ്യം അതിന് വേണ്ട ഒരു ആ മൂലകം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീവികൾക്കോ വേണ്ട കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ചെടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ആ ഒരു അടിസ്ഥാനപരമായിട്ട് അവിടെ ഭൂമിയുടെ ഒരു വൈവിധ്യം നിലനിർത്തുക എന്നുള്ളതാണ്. വൈവിധ്യമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈ സാറി പറഞ്ഞതിൽ ഇപ്പോൾ ഈ ഫുക്കുവോക്ക നമുക്ക് മലയാളികൾക്കെല്ലാം എനിക്ക് തോന്നുന്നത് മൺസ്റ്റർ റെവല്യൂഷൻ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടുത്തെ പ്രകൃതി കൃഷിക്കാരത് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് ഇതേപോലെ ഉള്ള ഒരു ആശയമാണ് ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ സുഭാഷ് പലേക്കർ അതിൻ്റെ കുറച്ചുകൂടെ ഒരു പരിഷ്കൃത രൂപം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് പെർമാകൾച്ചർ വന്നു, ബിൽ മോളിസൺ വന്നു. മിയാവാക്കിയെ കേരളത്തിൽ അങ്ങനെ അധികാരം അറിയില്ലായിരുന്നു. മിയാവാക്കി കൊണ്ടുവന്നതും ഈ പറയുന്ന പ്രൊഫസർ മിയാവാക്കിയുടെ മാതൃക എന്ന് പറയുന്നത് വേഗത്തിൽ വളർത്തുക എന്നുള്ളത് തന്നെ ഈ വൈവിധ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്, ഈ പ്രാദേശിക വൈവിധ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഇതെല്ലാം ഒരു പരസ്പരം റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളെല്ലാം ഇതൊക്കെ കേട്ടും വായിച്ചുമൊക്കെയാണ് വളർന്നത്. പക്ഷേ ഈ സാറി പറയുന്ന ക്രിസ്ത്യൻ ജോൺസിൻ്റെ പേര് ഞാനിവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയി നോക്കിയപ്പോൾ അവരുടെ അമേസിങ് കാർബൺ എന്നുള്ള ആ വെബ്സൈറ്റിൽ
അവരുടെ എല്ലാ റിസർച്ച് വർക്കും അതിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആർക്ക് വേണേൽ അത് വായിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്ത്യൻ ജോൺസിലേക്ക് സാർ വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ജോൺസിൻ്റെ തിയറി സാറ് സ്വാംശീകരിച്ച് മണ്ണിൽ പ്രയോഗിച്ചതിനെ കുറിച്ചൊന്ന് പറയാം. ഏതാണ്ട് 10 വർഷം മുമ്പ് എനിക്ക് സുഭാഷ് പലേക്കറുടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും പ്രകൃതിയുടെ അടിസ്ഥാന ആശയങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അവിടെ എനിക്ക് വന്നിരുന്ന മിസ്റ്റേക്ക്, പലേക്കർ അത് വൈവിധ്യത്തിന് വ്യത്യസ്തമുള്ള ചെടികളെ വളർത്തി എന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ലേമൻ സ്റ്റോക്കിലെ പറയുന്നുള്ളായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ വൈവിധ്യം സഹായിക്കുന്നത് എന്നുള്ളത്, കാരണം അന്ന് ഈ ശാസ്ത്രം ലോകത്തിൻ്റെ മുന്നിലില്ല. അത് ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരംശം വേരിൽ കൂടെ അത് ഒഴുക്കി വിടുന്നു എന്നുള്ള ആ നോളജ് സയൻസിന് അതില്ലായിരുന്നു. അത് ഈ അടുത്ത കാലത്തുണ്ട്. ഏതാണ്ട് 2010 കൂടിയാണ് ഇതൊരു ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. സാറാ റൈറ്റ് എന്നുള്ളൊരു ശാസ്ത്രജ്ഞനാണ്. SARAH ആയിരിക്കണം, WRIGHT. എനിക്ക് സുഭാഷ് പലേക്കറിൻ്റെ കൂടെ പല ഫാം വിസിറ്റുകൾക്ക് പോകാനായിട്ട് സാധിച്ചു. സൗത്ത് ഇന്ത്യയിലുള്ള പല, ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ പല ഫാം വിസിറ്റുകൾ പല പ്രാവശ്യമായിട്ട്. അപ്പം ഞാൻ അവിടെ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് വിജയിക്കുന്ന മോഡലുകൾ അവിടെ എല്ലാം കളകൾ അവർ നിലനിർത്തുകയാണ്. അപ്പം അതെന്തിനാണെന്നുള്ളത് എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ ജോൺസിൻ്റെ ഒരു പഠനത്തിൽ ഈ ഫോട്ടോസിന്തസിസിൻ്റെ മൂല്യത്തെക്കുറിച്ച്, ഫോട്ടോസിന്തസിസ് ആണ് എല്ലാം എന്നുള്ള ഒരു വൈവിധ്യമുള്ള ഫോട്ടോസിന്തസിസ് ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഇതിൻ്റെ മൂല്യം എന്നുള്ളത്, അത് നേരെ ഇതിലേക്ക് പ്രാവർത്തികമാക്കിയപ്പോഴേക്ക് നമുക്ക് മണ്ണിൻ്റെ ഒരു പോഷകാവസ്ഥ കൂടി. അപ്പം സുഭാഷ് പലേക്കറിൽ പഠിച്ചൊരു കാര്യം, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ബിൽ മോളിസണും മിയവാക്കിയും ഫുക്കോക്കായും എല്ലാവരും തന്നെ ടെമ്പറേറ്റ് സോണിലുള്ള പഠനങ്ങളാണ് അവർ. ഈവൻ ക്രിസ്ത്യൻ ജോൺസ് പോലും ടെമ്പറേറ്റ് സോണിലാണ്. സുഭാഷ് പലേക്കറിൻ്റെ പല ഇത് നമുക്ക് അവരിൽ നിന്ന് ചില കാര്യങ്ങൾ അവർ പറയുന്ന മൊത്തം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളും അവരും തമ്മിലുള്ള ടൈം സോണുണ്ട്. ഈ ടെമ്പറേറ്റ് സോണും ട്രോപ്പിക്കൽ സോണും തമ്മിലുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ ട്രോപ്പിക്കൽ സോണിലുള്ള വ്യത്യാസം പലേക്കറിലെന്നാണ് എനിക്ക് മനസ്സിലായത്. ട്രോപ്പിക്കൽ സോണിൽ ഒരു ഇല മണ്ണിൽ വീണാൽ അത് എപ്പം വിഘടിച്ചു തീരും എന്നുള്ളതാണ്, എത്രയും നാൾ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ. അതേസമയം ടെമ്പറേറ്റ് സോണിൽ മഞ്ഞുകാലം വരുമ്പോൾ ടെമ്പറേറ്റ് സോണിലുള്ള മരങ്ങളെല്ലാം തന്നെ ഇല പൊഴിക്കും. ഇല പൊഴിക്കുന്നതിൻ്റെ പുറമെ മഞ്ഞ് വീഴും. ആ ഇലകളൊന്നും തന്നെ ദ്രവിക്കാതെ അവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ അവിടെ കാർബൺ അങ്ങനെ നഷ്ടം, കാർബൺ വിഘടിക്കുമ്പോഴത്തേക്ക് ഒരു ഇല ബയോമാസ് വിഘടിക്കുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡായിട്ട് മാറിപ്പോവുകയാണല്ലോ. അപ്പോൾ അത് അവിടെ വളരെ കുറവാണ് ടെമ്പറേറ്റ് സോണിൽ. അത് ട്രോപ്പിക്കൽ സോണിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രാസവളം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവ വളങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബയോമാസ് വിഘടിച്ച് പെട്ടെന്ന് വിഘടിക്കുന്ന ഒരു പ്രക്രിയയെ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ഇവിടുത്തെ കാർബൺ നഷ്ടപ്പെടുകയാണ്. കാർബണാണ് മണ്ണിലെ ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് കാർബൺ. ഇപ്പം നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ജൈവപിണ്ഡം തന്നെ നമ്മൾ നോക്കിയാൽ അതിൽ 10 കാർബണ് ഒരു നൈട്രജനാണ് ആ ലൈഫിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം മണ്ണിൻ്റെ ആരോഗ്യത്തിനകത്തും ഈ കാർബൺ വലിയൊരു ഘടകമാണ്. കാർബൺ നമ്മൾക്ക് വേറൊരു തരത്തിൽ കൂടി അത് ഈ ചെടികൾക്ക് മാത്രം അല്ല, ഒരു കാർബൺ ഉള്ള ഒരു ഘടകമുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് മണ്ണിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ സ്റ്റേബിൾ കാർബൺ അവിടെ നിൽക്കുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ മണ്ണിൽ ഒരു ഇല വീണാൽ അതങ്ങ് എളുപ്പം അങ്ങ് ദ്രവിച്ചങ്ങ് തീർന്നു പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ലിഗ്നിൻ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് നാൾ അവിടെ നിലനിൽക്കുന്നത്. ഈ വേര് വഴി മണ്ണിലേക്ക് കാർബൺ എത്തിക്കുന്ന സയൻസ് ആണ് ട്രോപ്പിക്കൽ സോണിൽ നമുക്ക് അനുവർത്തിക്കേണ്ട ഒരു കൃഷി രീതി. മിയവാക്കി വനങ്ങളും ഇപ്പം ബിൽ മോൺസിൻ്റെ ഇതെല്ലാം ജീവനെ സംരക്ഷിക്കാനുള്ള ഇതാണ്. പക്ഷേ ഈ എന്താ പറയുന്നത്, ആ ഭൂപ്രകൃതിയിലെ വ്യത്യാസം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കൃഷി രീതികളിൽ അതുണ്ടാകും. പക്ഷേ ഈ മിയാവാക്കിയുടെ കാര്യത്തിൽ പ്രൊഫസർ മിയാവാക്കി പറഞ്ഞ ഒരു കാര്യം അതായത് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്ര എവിഡൻ്റായിട്ടല്ല. അതായത് പ്രകൃതിയിലാകപ്പാടെ ഒരു പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ, അത് ചെടിയാണ്. ബാക്കിയെല്ലാം കൺസ്യൂമർ അല്ലെങ്കിൽ ഡീകമ്പോസർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. എനിക്കൊന്ന് ആ ഒരു വിശദീകരണമാണ് നമുക്ക് ഈ ക്രിസ്ത്യൻ ജോൺസിന്റെ തിയറിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 2 കാര്യം സാർ ഇത് വളരെ വിജയകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ സാറിൻ്റെ കൃഷിയിൽ ഞങ്ങൾ കണ്ട 2 പ്രത്യേകത, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളമോ രാസവസ്തുവോ സീറോ
1% ആയിട്ടുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. രണ്ട്, നമ്മൾ കണ്ട ഒരു കാര്യം വെച്ചാൽ തൊട്ടടുത്തുള്ള തോട്ടങ്ങളിൽ രാസവളം ഉപയോഗിക്കുമ്പോഴും അത് നമ്മുടെ തോട്ടത്തിനെ ബാധിക്കുന്നില്ല. മൂന്നാമത് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കൂലിച്ചെലവ് വളരെ കൂടുതലാണെന്ന് പറയും. പക്ഷേ കേരളത്തിലെ ആളുകളുടെ ജീവിത നിലവാരം നോക്കുമ്പോൾ കൂലി കുറയ്ക്കൽ നടക്കില്ല, പക്ഷേ ജോലി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് ജോലി നമ്മൾ തോട്ടത്തിൽ ചെയ്യുകയും അങ്ങനെ നമുക്ക് ഒരുപാട് പണനഷ്ടം വരികയും അങ്ങനെ കൃഷി നഷ്ടത്തിലാകുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാധാരണ കർഷകൻ വിചാരിച്ചാലും ചെയ്യാവുന്ന, അവരുടെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 ഏക്കറോ 20 ഏക്കറോ കൃഷി ചെയ്യാൻ വേറെ അധികം ആരും വേണ്ട, 1-2 പേര് പരമാവധി എന്നുള്ളൊരു മാതൃക സാറ് വികസിപ്പിച്ചെടുത്തു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇപ്പം നമ്മൾ യൂറിയയുടെ കാര്യം തന്നെ എടുത്താൽ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജനാണ്. ഈ നൈട്രജനെ ഹേബർ ബോഷ് ആ ഒരു ടെക്നിക്ക് വഴി യൂറിയയാക്കി ഖരരൂപത്തിൽ മാറ്റുന്നു. അതിന് വേണ്ടി വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12,000 ഡിഗ്രി സെൽഷ്യസ്, അത്രയും ടെമ്പറേച്ചർ, അത്രയും എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ഇപ്പോൾ സർക്കാരുകളൊക്കെ ഇതിന് അന്യായമായ രീതിയിൽ സബ്സിഡി കൊടുത്താണ് ഈ വിലക്കൊക്കെ നമുക്കിവിടെ യൂറിയ കിട്ടുന്നത്. അപ്പോൾ അത്രയും പണം ഇത് യൂറിയ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി ലോസ് ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ലേബറിൻ്റെ കാര്യത്തിലും. നമ്മൾ ആവശ്യമില്ലാതെയുള്ള പണികൾ വഴി കളയെല്ലാം വെട്ടുക എന്നുള്ളതാണ് നമ്മളുടെ, എല്ലാം ചെത്തി കത്തിക്കുക, ഇതെല്ലാം ലേബർ കോറിയാണ്. ആക്ച്വലി കളകൾ എന്താണ് ചെയ്യുന്നത്? ഈ സൗരോർജ്ജത്തിനെ നമുക്ക് വേണ്ടി സംഭരിക്കുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമല്ല ഒരു സംവിധാനം പുഷ്ടിപ്പെടുത്തുന്ന കർമ്മമാണ് ധർമ്മമാണ് അവർക്കുള്ളത്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നത്? നമ്മളതിനെ നശിപ്പിച്ച് കളയുകയാണ്. ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ മണ്ണിൽ കാർബണിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ശേഖരിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരുന്നു. അതിന് പൈപ്പുകൾ ഉണ്ടാക്കണം, മോട്ടർ ഉണ്ടാക്കണം, ഇലക്ട്രിസിറ്റി, അങ്ങനെ എനർജി. നമ്മുടെ കൃഷി രീതി, ഇപ്പോഴത്തെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ജൈവകൃഷി ആയിക്കോട്ടെ. ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ളത് മണ്ണര കമ്പോസ്റ്റുകളും ഒക്കെ ഇട്ടൊക്കെ ജൈവകൃഷികൾ പോലും 100% എനർജി എഫിഷ്യൻ്റായിട്ടുള്ള ഒരു കൃഷി രീതിയല്ല. അതായത് നമ്മളൊരു വലിയ മണ്ടത്തരത്തിലേക്കാണ് പോകുന്നത്. ഈ മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. ഈ മണ്ണിരകൾ നമ്മുടെ മണ്ണിരകളല്ല, നമ്മുടെ മണ്ണിന് പറ്റിയ മണ്ണിരകളല്ല, ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മണ്ണിര തന്നെയാണ് ഈ മണ്ണിന് പറ്റിയതെന്ന് പറയുന്നത്. നമ്മൾ വളർത്തുന്ന, അതായത് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കൊണ്ടുവരുന്നിരിക്കുന്ന മണ്ണരകളെ ടെമ്പറേറ്റ് സോണിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഈ മഞ്ഞുകാലത്ത് അഴുകാതെ കിടക്കുന്ന ഇലകൾ, അവിടുത്തെ കാലാവസ്ഥ ഒരു 3 മാസം 4 മാസമേ ഉള്ളൂ ഇലകൾ കഴുകുന്ന ഒരു ടെമ്പറേച്ചറുള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇലകൾ മുഴുവൻ അഴുകി തീരത്തില്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാറണമെന്നതാണ് ഇലകൾ. അതിനെ തിന്നു തീർക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആവശ്യമില്ലാതെ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യം. അതേപോലെ പശുവിൻ്റെ കാര്യത്തിൽ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ടെമ്പറേറ്റ് സോണിലെ പശു നമ്മുടെ പശുവും രണ്ട് ഫാമിലി. അതെ, ബോസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ പശുക്കൾ, അതായത് പൂഞ്ഞയുള്ള പശുക്കളും. ഇന്ത്യ നമ്മുടെ ഏഷ്യൻ പശു എല്ലാം അതിൽ വരില്ലേ? ബോസ് ഇൻഡിക്കസ് 2 പശുവർഗ്ഗങ്ങളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ബോസ് ടോറസും ഒന്ന് ബോസ് ഇൻഡിക്കസും. ബോസ് ടോറസ് ആണ് ജേഴ്സി ഓൾസ്റ്റീൻ, മറ്റേ നമ്മുടെ ബോസ് ഇൻഡിക്കസ് ആണ് നമ്മളുടെ സ്വിസ് ബ്രൗൺ അല്ല ഗിറും സിന്ധിയും വെച്ചൂറും കസറൂറും നമ്മുടെ പൂഞ്ഞയുള്ള പശുക്കൾ. അപ്പോൾ ഇത് തമ്മിലാണ്ട് 26 വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒന്നിനെ പശു എന്ന് വിളിച്ചാൽ മറ്റേതിനെ പശു എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ള അത്രയുള്ളൊരു വ്യത്യാസം. ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായി ഇണചേരത്ത് പോലും ഇല്ല. അതായത് 100% പ്യുവറായിട്ടുള്ള ഒരു ബോസ് ഇൻഡിക്കസ് പശുവും 100% പ്യുവറായിട്ടുള്ള ഒരു ബോസ് ടോറസ് പശുവും തമ്മിൽ ഇണചേരത്ത് പോലും ഇല്ല. അതായത് മനുഷ്യനും കുരങ്ങും പോലെയുള്ള വ്യത്യാസമാണ്. പൂച്ചയും പുലിയും രണ്ടും ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. എന്നാലും അവർ രണ്ടുപേരും അതുപോലെ നിർബന്ധിതമാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ഇണചേരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യം അതിനെ കന്നുകാലി സംരക്ഷണ നിയമം 1962 നിയമം കൊണ്ടുവന്ന് ആദ്യം മൂരികളുടെ വരി ഉടച്ച് കുത്തിവെക്കുന്ന ഒരു സംവിധാനം പോലും ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാണ്. ബോസ് ഇൻഡിക്കസ് പശുക്കളുടെ ചാണകത്തിൽ മാത്രമേ ഉള്ളൂ സൂക്ഷ്മജീവികളുടെ അളവ് കൂടുതലുള്ളത്. കാരണം ഇവിടത്തെ നാരുകട്ടി കൂടുതലുള്ള പുല്ല് വർഗ്ഗം ആണ് ഇവിടുത്തെ പശുക്കൾ, ബോസ് ഇൻഡിക്കസ് പശുക്കൾ തന്നെ. അതേസമയം വിദേശ പശുക്കൾ, ബോസ് ടോറസ് പശുക്കൾ ടെമ്പറേച്ചർ സോണിലുള്ളതാണ്, അവിടെ നാരുകെട്ടിയില്ലാത്ത. നമ്മളത് ഉദാഹരണത്തിന് ഒരു കോങ്കോ സിഗ്നൽ പുല്ല് ഉണക്കുകയും പച്ചയ്ക്ക് അത്രയും വെയിറ്റുള്ള നമ്മുടെ നാടൻ പുല്ല് ഉണക്കുകയും ചെയ്താൽ നമ്മുടെ നാടൻ പുല്ലിനകത്ത് കൂടുതൽ കച്ചി കിട്ടും. മറ്റേതിനകത്ത് അതങ്ങ് വെറും അത് വെറും വെള്ളമാണ് അതിനകത്ത് കൂടുതൽ, നാരുകെട്ടി കുറവാണ്. അപ്പോൾ അതിന് ദഹനത്തിന് നാടൻ പശുക്കൾ
നാടൻ പശുക്കൾക്ക് മാത്രമേ അത് ദഹിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സാറിന് ഇപ്പോൾ ഇതിൽ ലേബറിൽ വന്നിട്ടുള്ള അനുഭവപ്പെട്ടുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? അതൊരു വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ വിഷമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പണിക്കാരും നമ്മളുമായിട്ട് എപ്പോഴും ഒരു റിഫ്റ്റിലാണ്. അതായത് നമ്മൾ ഈ വിഷമെല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യം അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷയിക്കും. അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മളൊരു കട്ടിപ്പണികളൊക്കെ കൊടുക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് നമ്മളൊരു എപ്പോഴും ഒരു 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 എന്താ പറയുക ഒരു ശത്രുതാ മനോഭാവത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. അതേസമയം ഇപ്പം വന്നിട്ട് നമ്മൾ അവരോട് അത്രയും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യണമെന്നുള്ളൊരു മനോഭാവമാണ്. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല ഓക്സിജൻ കിട്ടും, നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ എണ്ണവും കുറഞ്ഞില്ലേ പണിക്കാരെണ്ണം ഒത്തിരി കുറഞ്ഞു. അതായത് ഒരു 90% മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന 90% പണികളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷി ലാഭത്തിലാകാനുള്ള ഒരു കാരണവും കൂടെ അതാണ്. മെയിൻ കാരണം അതാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ വിളവിൽ ഒരല്പം കുറവ് വന്നാൽ പോലും നമ്മളുടെ ന്യൂട്രിയൻ ഡെൻസിറ്റി കൂടുതലുണ്ട്. മറ്റുള്ള ജോലികൾ, അത് മരുന്നടി, വെള്ളപിടിയിൽ, ഇതൊക്കെ വലിയ ലബോറിയസ് കാര്യങ്ങളാണ്. അതിനൊന്നും ഉള്ള പൈസ വെള്ളം ആക്ച്വലി ഇപ്പോൾ ഈ കാർബൺ ഡളവും മണ്ണി വരുമ്പോൾ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. മഴവെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അത് വലിച്ചു. അതായത് പറയപ്പെടുന്നത് 1 കിലോ ഹ്യൂമസ് എന്ന് പറയുന്ന സാധനം ഒരു രാത്രിയിൽ ഏത് വേനൽക്കാലത്ത് പോലും 6 കിലോ വെള്ളം, ഹൈഗ്രോസ്കോപ്പിക് വെള്ളം, വായുവിലുള്ള വെള്ളത്തിനെ പിടിച്ചെടുക്കുന്ന അത് നമുക്ക് നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വേനൽക്കാലത്ത് ഈ കരിയിലെ ചവിട്ടി നടന്നാൽ അത് പൊടിയുന്നത് നമുക്ക് ശ്രദ്ധിക്കും. അതേസമയം രാവിലെ ആണെങ്കിൽ അത് ഇങ്ങനെ പതുങ്ങിയിരിക്കും. അത് എന്ന് പറഞ്ഞാൽ അത് അത്രയും വെള്ളം പിടിച്ചിരിക്കുകയാണ്, രാത്രി പിടിച്ചു വെക്കുന്ന വെള്ളമാണ്. അതെ. ഇപ്പോൾ ചെടികൾക്ക് നമ്മളുടെ ധാരണയാണ് ചെടികൾ വേരിൽ കൂടെയാണ് വെള്ളം എടുക്കുന്നത്. ചെടികൾ അതിൻ്റെ സ്റ്റൊമാറ്റോ വഴി ഒത്തിരി വെള്ളം വലിച്ചെടുക്കും. അപ്പം അവിടെ അന്തരീക്ഷ ഈർപ്പമാണ് ചെടികൾക്ക് വേണ്ടത്. അതിൻ്റെ സ്റ്റൊമാറ്റോ വഴി ഇലകൾ പോലും വെള്ളം, ഹൈഗ്രോസ്കോപ്പിക് വെള്ളം, പക്ഷേ വെള്ളം അവിടെ ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ കളകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഹ്യൂമസ് ഒന്നുമില്ലാതെ വെറും മണ്ണിൽ കിടന്നാൽ അതെല്ലാം ഉണങ്ങി അവിടെ ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അതേസമയം നമ്മളുടെ ഇവിടെ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ കരിയിലകൾ വീഴുന്നു, കളകൾ വളരുന്നു, ഹ്യൂമസ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഹ്യൂമസ് തന്നെ വെള്ളം അവിടെ പിടിച്ചു വെക്കുന്നു. ആ ഭൂമിയിൽ വെള്ളം ഉണ്ടാകുന്നു. രാത്രിയിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ചെടികൾക്ക് എപ്പോഴും നമ്മൾ രാവിലെയൊക്കെ നോക്കിയാൽ ചെടികളിൽ നിന്നെല്ലാം വെള്ളം ഇറ്റിട്ട് വീഴുന്ന പോലെ രാവിലെ ഒക്കെ കാണാം. സാർ ഇവിടെ ഈ പശുവിനെ വളർത്തുന്നുണ്ടല്ലോ, ഇപ്പോൾ എത്ര പശുവിനെ വളർത്തുന്നുണ്ട്? ഇപ്പോൾ ഏതാണ്ട് ഒരു 15 പശുക്കളുണ്ട്. 15 പശുക്കൾ. നമുക്കിവിടെ എത്ര ഭൂമിയുണ്ട്? ഇത് 30 ഏക്കർ. ഇപ്പോൾ ഈ 30 ഏക്കറിന് ഈ 15 കൂടുതലാണ്. അതായത് നമ്മൾ സുഭാഷ് പലേക്കറിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് ജീവാമൃതം എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക്. നാടൻ പശുവിൻ്റെ ചാണകത്തിലുള്ള നാടൻ പശുവിൻ്റെ നമ്മൾ പശുക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല. നാടൻ പശുവിൻ്റെ 1 ഗ്രാം ചാണകത്തിൽ 30 മുതൽ 50 കോടി വ്യത്യസ്ത ജാതി സൂക്ഷ്മാണുക്കൾ, നമ്പറല്ല, വ്യത്യസ്ത ജാതി സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്നുള്ളതാണ്. നമ്പറാണ് 300 കോടി വരും അല്ലേ? അതെ, നമ്പർ ഓഫ് മൈക്രോബ്സ് 300 കോടിയോ? അത് ഗ്രാമിനകത്ത് അത് അത്രയും വരായിരിക്കും. അപ്പോൾ ഈ 50 കോടി 30 മുതൽ 50 കോടി വ്യത്യസ്ത ജാതി സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്നാണ് ബാംഗ്ലൂരിലുള്ള ഒരു ഏജൻസി അത് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഞാനൊരു പേപ്പർ കണ്ടതാണ്. അതേസമയം ജേഴ്സി പശുക്കളുടെ ചാണകത്തിലാണ്ട് 3 മുതൽ 7 കോടി വരെ ഉള്ളൂ. ഈ പറയുന്ന 30 മുതൽ 50 കോടി നാടൻ പശുക്കളുടെ ചാണകത്തിൽ കാണുന്ന 30 മുതൽ 50 കോടി സൂക്ഷ്മാണുക്കളെ ഒരു 5000 ഇരട്ടിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജീവാമൃതം വഴി. ശർക്കരയും പയറുപൊടി ഒക്കെ ഇട്ട് അതിന് എനർജി കൂട്ടി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്ററാക്കി. അപ്പോൾ നമുക്ക് വേണ്ട മൈക്രോബ്സ് ആണ്, അല്ലാതെ ചാണകത്തിലുള്ള നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷോ അല്ല. നമ്മൾ ജൈവകൃഷിയിലോ അല്ലെങ്കിൽ രാസകൃഷിയിലോ നമ്മൾ ഇതിനകത്തെ ഈ നൈട്രജൻ്റെ കണ്ടൻ്റൊക്കെ പറയുന്നുണ്ട്. അത് ശുദ്ധ വിഡിതനമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പഠനം വെച്ച് നോക്കുമ്പോഴേക്കും വലിയ ശുദ്ധ വിഡിതനമാണ്. ഈ ചാണകത്തിനകത്ത് ഇത്ര നൈട്രജൻ ഉണ്ട്, അതിനകത്ത് നൈട്രജനുള്ള മൈക്രോബുകൾക്ക് ജീവിക്കാൻ വേണ്ട നൈട്രജനെ അതിനകത്തുള്ളൂ. ശരിയാണ്. പലപ്പോഴും നമ്മൾ ഇത് വളത്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് ചാണകത്തിൽ 1% നൈട്രജനേ ഉള്ളൂ. അപ്പോൾ 1 കിലോ ചാണകം ഇടുന്നത് നിങ്ങൾ 100 കിലോ ചാണകം എടുത്ത് 1 കിലോ നൈട്രജൻ ഇട്ടാൽ മതി. ആ ചാണകത്തിലുള്ള മൈക്രോബുകൾക്ക് നിലനിൽക്കാനുള്ള നൈട്രജന് വേണ്ടിയല്ല നമ്മൾ ചാണകം ഇടുന്നത്. മൈക്രോബിനുള്ള ഒരു ബേസ് ആയിട്ട് അത് സർവൈവ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ചാണകത്തിനെ കാണുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാണകം ഇടുന്ന കൃഷിയിൽ എന്നിട്ട് ഈ മൈക്രോബിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ എനർജി കിട്ടുന്നത് ഫോട്ടോസിന്തസിസ് വഴി വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായി തുടങ്ങും. എല്ലാ അനുകൂല ഘടകങ്ങളും അനുകൂലമായി മാറും. അതാണ് കൃഷിയിൽ. പിന്നെ വൈവിധ്യം ഉണ്ടാകുമ്പോഴത്തേക്ക് വൈവിധ്യമുള്ള പ്രാണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അവർ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കും.
ഇടയ്ക്ക് അതിലേക്ക് ഓരോ ഇലകൾക്കൊക്കെ കേടുപൊക്കെ വരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ പ്രകൃതിയിലെ ആരോഗ്യമുള്ളതിന് പ്രാണികളുടെ വിസർജ്യത്തിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതിനകത്തെല്ലാം മൈക്രോബുകളാണ്. നമ്മുടെ വിസർജ്യത്തിലും മൈക്രോബുകളാണ്. മണ്ണര വിസർജിക്കുന്ന അതിനകത്തും പുതിയൊരു സെറ്റ് മൈക്രോബുകളുണ്ട്. അപ്പോൾ ഒരു കൊച്ചു ഉറുമ്പിൻ്റെ കാഷ്ടം പോലും ഒരു വ്യത്യസ്ത കൾച്ചർ ഓഫ് മൈക്രോബുകളെയാണ് മണ്ണിലേക്ക് വിടുന്നത്. അതെ, അതായത് ഭൂമിയിലുള്ള ജീവൻ്റെ മൊത്തം ഭാരം എടുത്തു നോക്കിയാൽ എൻ്റെ 70% നമുക്ക് കാണാൻ മേലാത്ത ജീവനാണെന്നാണ് പറയുന്നത്. 70% നമുക്ക് കാണാൻ മേലാത്ത ജീവനാണ്. അപ്പം നമ്മളുടെ ദഹന വ്യവസ്ഥയിലുള്ള ഒരു തുള്ളിക്കകത്ത് ഭൂമിയിലുള്ള മൊത്തം മനുഷ്യരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആ ഒരൊറ്റ തുള്ളിക്കകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 80% വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുമാത്രം ജീവൻ ഉണ്ടാവണം. ആ ജീവനെ നമ്മൾ കത്തിച്ചും പല രീതിയിൽ കൂടെ വിഷമടിച്ചും രാസവളങ്ങൾ ചെയ്തും ആ മൈക്രോബുകളെ ആ ജീവനെ നമ്മളില്ലാതെ ചെയ്യുകയാണ്. ഇവയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ നിലനിൽക്കുന്നത്. ഇന്ന് ഭൂമിയെ ഫേസ് ചെയ്തിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം സൊല്യൂഷൻ മനുഷ്യൻ പ്രകൃതി കൃഷിയിലേക്ക് മടങ്ങുക. ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് ഈ കായ്കളിൽ ആവശ്യമായ നൈട്രജനും മറ്റു ഘടകങ്ങളും നമുക്ക് മനുഷ്യന് വേണ്ട കോപ്പറോ അല്ലെങ്കിൽ ചെറിയ ഈ ലോഹമൂലകങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് ചെടി വലിച്ചെടുക്കുന്നുണ്ട്. മറ്റേതിൽ അത് കിട്ടുന്നില്ല. ഈ രാസവളം വെച്ച് നമ്മൾ വൻതോതിൽ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും പല സാധനങ്ങളും മിസ്സിംഗ് ആണ്. 2-3 മൂലകങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു സംഭവം അതിൽ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണമുള്ള കപ്പയും ക്യാരറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ അമേരിക്കൻ ഒരു ഗട്ട് പ്രോഗ്രാമിലെ ഒരു സ്റ്റഡിയെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ ഒരു ഹെൽത്തി സോയിലിൽ നിന്ന് ഒരാഴ്ചയിൽ 30 വ്യത്യസ്ത സസ്യവർഗ്ഗങ്ങൾ ഭക്ഷിച്ചാൽ ഒരു രോഗങ്ങളും വരികയില്ല എന്നുള്ളതാണ്. അതായത് ഹെൽത്തി സോയിലായിരിക്കണം ഒന്നാമത്, 2 വൈവിധ്യമുള്ള ഫലങ്ങൾ കിട്ടണം. അപ്പോൾ വൈവിധ്യം കൊണ്ട് നമ്മൾ ഈ പറയുന്ന വൈവിധ്യമുള്ള മൂലകം നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു സിറിയം എന്ന് പറയുന്ന ഒരു മൂലകമാണ് അത് തരുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് കാണും അല്ലേ. നൈട്രജൻ കിട്ടുന്ന ഒരു പ്ലാന്റ് കാണും. പ്രോട്ടീൻ നമ്മൾ ആ പ്രോട്ടീനെ മാത്രം കാർബോഹൈഡ്രേറ്റുകളൊന്നും ഫാറ്റ് എന്ന് പറയുന്നത് അതിലേക്കാട്ടിലും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓരോ മൂലകങ്ങളും കിട്ടണമെങ്കിൽ വ്യത്യസ്തത നമ്മുടെ ആഹാരത്തിലും ഉണ്ടായിരിക്കണം. അതുപോലെ ആരോഗ്യമുള്ള മണ്ണിൽ നിന്ന് വരുന്ന ചെടികൾക്ക് ആരോഗ്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിക്കൽ ഇൻഡസ്ട്രി ഒന്നും ഇല്ലാതാകും. സാർ അതുപോലെ ഇതിലിപ്പോൾ സാറിൻ്റെ പുതിയ പരീക്ഷണം ഞാൻ കണ്ടായിരുന്നു. ഈ പച്ചക്കറിയും കളകൾക്കിടയിലായിട്ട് തന്നെ പച്ചക്കറി നടുക. കാരണം എനിക്കത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വേറൊരു തരത്തിലാണ് ആലോചിച്ചത്. ഇപ്പം നമ്മളൊരു വെണ്ട നട്ടു, അതിൻ്റെ ഒരിലയിലൊരു പുഴു വന്നു, അപ്പോൾ തന്നെ നമുക്കൊരു ഓവർ റിയാക്ഷനാണ്. അപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു കീടനാശിനി ഉണ്ടെന്ന് അതിലടിക്കുന്നു. ചിലപ്പോൾ ആ പുഴു നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരില തിങ്ങ് പോകുമായിരിക്കും. കാരണം ചിലപ്പോൾ ആ പുഴുവിനെ എടുത്തുള്ളൂ. ഇനി എല്ലാ ഇല തിന്ന് പോയാലും ചിലപ്പോൾ വീണ്ടും പുതിയ ഇല വരും. അല്ലാതെ ഇതുകൊണ്ട് നമ്മുടെ കൃഷിക്ക് പക്ഷേ പലപ്പോഴും ഇത് പറ്റുന്നതെന്നു വെച്ചാൽ ഈ നമ്മുടെ കൺവെൻഷണൽ കൃഷി രീതിയിൽ ഇപ്പോൾ വെണ്ട വെക്കുന്നത് വെണ്ട മാത്രം വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വെണ്ടയിൽ നിന്ന് അടുത്ത വെണ്ടയിലേക്ക് കയറി ഈ പുഴുക്കൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഇത് പറ്റുന്നത്. ഇല്ലെങ്കിൽ ആ വെണ്ട നശിച്ചു പോകുമ്പോൾ ആ പുഴു നശിച്ചു പോകും. പരമാവധി നമുക്കൊരു വെണ്ട പോകും. അപ്പോൾ സാറിപ്പോൾ ചെയ്യുന്ന രീതിയിൽ സാർ ഇതിനെ എല്ലാം കൂടി ഇടകലർത്തി വെക്കുകയാണ്. ഈ കളകളെല്ലാം വെച്ച് അതിനിടയ്ക്ക് ഇത് വെക്കുകയാണ്. അത് സാറിന് എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം വന്നത്? അത് സുഭാഷ് തന്നെയാണ്. പുള്ളി പറയും നമ്മളിപ്പം വെണ്ട അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ അതിൻ്റെ ഇടയ്ക്കൂടെ ഇച്ചിരി പൊക്കം കൂടിയ ഒരു ചെടിയും കൂടെ വെക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വെണ്ടയുടെ ഇടയ്ക്ക് ഒരു മെയ്സിൻ്റെ ഒരു പൊക്കമുള്ള ഇതാണ്. ആ മെയ്സിൻ്റെ തണ്ടയിലൊക്കെ വന്ന് വെച്ച് കിളികൾ ഇതിന് താഴോട്ട് നിരീക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അവരന്നേരത്തേക്ക് ഇതിനെ കാണും. അല്ലെങ്കിൽ ഇതിങ്ങനെ എല്ലാം ഒരുപോലെ കിടന്നാൽ അവർക്ക് ഇതിനെ കണ്ടെത്താൻ അങ്ങനെയൊക്കെ ഉള്ള പ്രകൃതിയിൽ, അതായത് നമ്മളുടെ ഈ പ്രകൃതി കൃഷി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് പതുക്കെ അങ്ങോട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയൊരു വലിയ ഒരു സാധ്യതയാണ് മനുഷ്യൻ്റെ മുന്നിൽ. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം കൃഷി ഉപേക്ഷിച്ച് പോകുന്ന മനുഷ്യരെല്ലാം തന്നെ ഭാവിയിൽ കൃഷിയിലേക്ക് തിരിച്ചു വരും. ഈ കൃഷിയിലേക്ക് വരുന്നതോടുകൂടി ഇത്രയും സിമ്പിളായിട്ടും, അതായത് പ്രകൃതിയെല്ലാം നമ്മളെ പോറ്റുന്നു, നമ്മുടെ വിളകളെ പോറ്റുന്നു, നമ്മളെ പോറ്റുന്നു. അങ്ങനെ ഒരു കാലത്തിലേക്ക് ഇന്നിപ്പം നമ്മളല്ല മതിലുകൾ ഉണ്ടാക്കാനായിട്ടും വീടുകൾ വെക്കാനായിട്ടും വലിയ കാറുകൾ, ഇതൊന്നും അല്ല ജീവിതം എന്നുള്ള പ്രകൃതിയെ തിരിച്ചുകൊണ്ടുവരാന്നുള്ളൊരു അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു സൗഖ്യം അത് വേറെ ഒരു തരത്തിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരുതാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു സമ്പത്തല്ലെന്ന്. അതായത് നല്ലൊരു മണ്ണ് അതിനെ ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്കും അല്ലെ അനന്തകോടി നമ്മുടെ ജീവികൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ല. പ്രകൃതി നമ്മളെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ
ഇവിടെ ഒരു പ്രത്യേകത, ശ്രീ എബ്രഹാം ചാക്കോ സാറ് ഏലകൃഷിയിലാണ്. ഏലകൃഷി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷം തളിക്കുന്ന കൃഷിയാണ്. അപ്പോൾ ഞാനൊക്കെ ഏലകൃഷിയിൽ ഇങ്ങനെ ഒരു രീതി പരീക്ഷിക്കണം എന്ന് വിചാരിച്ചപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളുകൾ രാസവളവും കീടനാശിനി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം തൊട്ട് 4 വശത്തുള്ള ആളുകൾ കീടനാശിനിയും രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന് നടുക്ക് ഇതൊന്നും ഉപയോഗിക്കാതെ വെറും നാടൻ പശുക്കളെ മാത്രം ഉപയോഗിച്ച് അധ്വാനശേഷി വളരെ കുറച്ച് വിനിയോഗിച്ച് വളരെ മനോഹരമായിട്ട് 0% രാസവസ്തുക്കളുള്ള ഏലം ഉൽപ്പാദിപ്പിച്ച് അതിന് അന്താരാഷ്ട്ര വിപണിയിൽ അതിന് വലിയ പ്രിയമാണ്. അങ്ങനെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വളരെ ലാഭകരമായിട്ട് അദ്ദേഹം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തോട്ടവിളകൾക്കൊപ്പം തന്നെ അദ്ദേഹം പച്ചക്കറി വരെ ഈ രീതിയിൽ പുതിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മൾ കണ്ട് പിന്തുടരേണ്ട ഒരു മാതൃകയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം ഇപ്പോൾ കിട്ടിക്കാണും. കൂടുതൽ ഇതേക്കുറിച്ച് അറിയാം അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അത് പറഞ്ഞു തരാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ പോയി അത് കാണുകയാണ് വേണ്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മാതൃക കൂടുതൽ ആളുകൾ പിന്തുടർന്നാൽ കേരളത്തിന് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.